പാടി പുകഴ്ത്തിടും ദേവദേവനെ പുതിയതും കൃപകളോടെ. പാടി പുകഴ്ത്തിടും ദേവദേവനെ പുതിയതും കൃപകളോടെ. ഇന്നലെയും ഇന്നുമെന്നും മാറായ യേശുവേ നാം പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നുമെന്നും മാറായ യേശുവേ നാം പാടി പുകഴ്ത്താം. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും പാടി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും പാടി പുകഴ്ത്തിടുമേ. ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ, ഘോര ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ, കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ. താഴ്ത്തി എന്നെ തൻ കരത്തിൽ വച്ചു ജീവപാതയിൽ എന്നും ഓടും ഞാൻ. താഴ്ത്തി എന്നെ തൻ കരത്തിൽ വച്ചു ജീവപാതയിൽ എന്നും ഓടും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയതാ. ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്നു പ്രിയനായി വേല ചെയ്യും ഞാൻ. ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്നു പ്രിയനായി വേല ചെയ്യും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. യോർദാൻ സമമാന ശോധനയിലും താണുവീണു പോകാതെ, യോർദാൻ സമമാന ശോധനയിലും താണുവീണു പോകാതെ, ആർക്കും ജയധ്വനിയോടും കാത്തുപാലിക്കുന്ന സ്നേഹവാശ്ചര്യം, ആർക്കും ജയധ്വനിയോടും കാത്തുപാലിക്കും സ്നേഹവാശ്ചര്യം. യേശു എന്ന നാമമേ
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-15 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അതിന് ആമോസ് അമസ്യാവോട്, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനുമത്രേ. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു. നീ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്കുക എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യഹോവ എന്നെ പിടിച്ചു. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു തൊഴിൽ. അപ്പോൾ യഹോവ എന്നെ പിടിച്ചു. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം വന്ന് എന്നെ പിടിച്ചു. ഞാൻ മലഞ്ചെരിയിലൂടെ ആടുകൾ നോക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു. ഞാനൊരു പാവം ഒരു കൃഷിക്കാരനാണ്. കൃഷിക്കാരൻ അത്തി നടുകയും അത്തിവൃക്ഷത്തിൽ നിന്ന് കായ്കൾ ശേഖരിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ്. ഞാൻ ഉപജീവനത്തിന് വേണ്ടി ഒരു തൊഴിൽ ചെയ്യുന്നു. ആടുകൾ നോക്കുന്നു. അതുപോലെ തന്നെ ഞാൻ അത്തിപ്പഴം പറിച്ച് വിൽക്കുന്നു. അങ്ങനെ ഉപജീവനത്തിനുള്ള തൊഴിൽ കണ്ടെത്തുന്ന മനുഷ്യനാണ്. പക്ഷേ യഹോവ എന്നെ പിടിച്ചു. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. നാം ഓരോരുത്തരും ഓരോ തൊഴിൽ ചെയ്യുന്നവരാണ്. ഓരോ കാര്യങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഫാക്ടറികളിലോ കമ്പനികളിലോ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. നാം കുടുംബ കാര്യങ്ങൾ മാത്രം നോക്കുന്ന ആളുകളുണ്ട്. വീട്ടിലെ അടുക്കളപ്പണികളും മറ്റും ചെയ്യുന്ന സ്ത്രീകളുണ്ട്. ഓരോ തരത്തിലുള്ളതായ ഓരോ തൊഴിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഓരോ തരത്തിൽ വളരെ അപൂർവം ആളുകളാണ് അലസരായി കഴിയുന്നത്. അലസരായി ഒന്നും ചെയ്യാതെ അലസരായിരിക്കുന്ന ആളുകളുണ്ട്, ഇല്ലെന്ന് പറയാനൊക്കെയില്ല. എന്നാൽ ഏതായാലും ഞാൻ എവിടെ ആയിരിക്കുന്നോ അവിടെ വന്ന് എന്നെ പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു. നീ ചെന്ന് എൻ്റെ ജനം ഇസ്രായേലിനോട് പ്രവചിക്കാമെന്ന് കൽപ്പിച്ചു. സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞു 18-ാം സങ്കീർത്തനത്തിൽ 16-ാം വാക്യം, അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ദാവീദ് പറയുകയാണ്. ദാവീദിനത് പറയാനുണ്ട്. ദാവീദിൻ്റെ അനുഭവസാക്ഷ്യം അതാണ്. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ കരയേറ്റി. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ നാം കാണുന്നു, ലോത്തിനെയും ഭാര്യയെയും 2 പെൺമക്കളെയും ദൈവദൂതന്മാർ കൈക്ക് പിടിച്ച് പുറത്താക്കി, എടുത്ത് പുറത്താക്കി, പിടിച്ച് പുറത്താക്കി. നശിക്കാൻ പോകുന്ന സോദോമിൽ നിന്ന് പുറത്താക്കി, വന്ന് കൈക്ക് പിടിച്ചു. ഈ ഒരു അനുഭവം നമുക്ക് ആവശ്യമാണ്. ദൈവം എന്നെ പിടിച്ചു എന്നുള്ള ഒരനുഭവം, ദൈവം എന്നെ തൊട്ടു എന്നുള്ളൊരു അനുഭവം. യേശുക്രിസ്തു എന്നെ പിടിച്ചു. ഞാൻ ഓരോ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുകയായിരുന്നു, ഓരോ തൊഴിൽ ചെയ്യുകയായിരുന്നു, ഓരോ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയായിരുന്നു. ഞാൻ അലസനായിരുന്നിട്ടില്ല. എങ്കിൽ പോലും ദൈവം എന്നെ പിടിച്ചത് ഒരു പ്രത്യേക അനുഭവമാണ്, ഒരു അനുഭൂതിയാണ്. ദൈവം എന്നെ പിടിച്ചു. ഇത് നിങ്ങൾക്ക് വാസ്തവമായി ഓർക്കാൻ പറ്റുന്നുണ്ടോ, ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവം എന്നെ പിടിച്ചു. ആമോസ് പ്രവാചകൻ വളരെ അനുഗ്രഹീതമായ സാക്ഷി നൽകിയൊരു പ്രവാചകനാണ്. മേജർ പ്രോഫറ്റ്സ് എന്നും മൈനർ പ്രോഫറ്റ്സ് എന്നും പ്രവാചകന്മാർ രണ്ടായി തിരിച്ചിട്ടുണ്ട്. അതിൽ യെശയ്യാവ്, യിരെമ്യാവ്, എസ്കേൽ എന്നീ പുസ്തകങ്ങൾ, ദാനിയേൽ എന്നീ പുസ്തകങ്ങൾ എല്ലാം മേജർ പ്രോഫസീസാണ്, മേജർ പ്രവാചകന്മാർ. എന്നാൽ ഈ യോന, മീഖ, നഹൂം, ഹൗക്കൂക്ക്, ആമോസ്, ഹോശയ മുതലായ പ്രവചനങ്ങൾ അതെല്ലാം മൈനർ പ്രോഫസീസാണ്. കുറച്ചേ പ്രവചിച്ചിട്ടുള്ളൂ, അധികമില്ല. എന്നാൽ കുറച്ചേ പ്രവചിച്ചിട്ടുള്ളൂവെങ്കിലും അവരുടെ പ്രവചനത്തിൻ്റെ ആശയത്തിൻ്റെ ഗരിമ, ആശയത്തിൻ്റെ ഗാംഭീര്യം നിസ്സാരമല്ല. ഉന്നതമായ, വളരെ ആശയപ്രകൃഷ്ടമായ ഒരവസ്ഥയിലാണ് അവരെല്ലാം പ്രവചിച്ചിട്ടുള്ളത്. ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരായിരുന്നു. ആമോസ് പ്രവാചകൻ്റെ കാലത്ത് യൊരോബെയാം രണ്ടാമൻ എന്ന് പറയുന്ന രാജാവാണ് അന്ന് ഇസ്രായേൽ ഭരിക്കുന്നത്. അന്ന് യഹൂദ്യയിൽ ഭരിക്കുന്നത് യോശിയാവാണ്. യോശിയാവിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 8ാമത്തെ വയസ്സിൽ രാജാഭിഷേകം കിട്ടിയ ആളാണ് യോശിയാവ്. 8 വയസ്സിൽ രാജാവാകുമ്പോൾ 8 വയസ്സേ ഉള്ളൂ. എത്ര അനുഗ്രഹീതമായ ഭരണമായിരുന്നു അറിയാമോ? അനുഗ്രഹീതമായ ഭരണം കാഴ്ചവെച്ച യോശിയാവിൻ്റെ കാലം അത് യഹൂദാദേശത്ത്. എന്നാൽ യഹൂദാദേശത്തിൽ നിന്ന് ഭിന്നിച്ചു പോയ ഇസ്രായേൽ രാജ്യത്തിൻ്റെ സ്ഥിതി പറഞ്ഞാൽ അത് ഏറ്റവും പരമദയനീയമായിരുന്നു. ഇസ്രായേൽ രാജ്യത്തിൻ്റെ സ്ഥിതി യൊരോബെയാം രണ്ടാമൻ ഭരിക്കുന്ന കാലത്ത് ഇസ്രായേൽ രാജ്യം വാസ്തവത്തിൽ അനീതിയിലും അക്രമത്തിലും മുഴുകിയിരുന്നു. പക്ഷേ ലോകപ്രകാരം എല്ലാ സൗഭാഗ്യങ്ങളും അവർക്കുണ്ടായിരുന്നു. ലക്ഷറിയസ് ലിവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൗഭാഗ്യകരമായ ജീവിതം, വളരെ സുഖലോലുപമായ ജീവിതം, സുഖസമൃദ്ധി, ഒന്നിനും കുറവില്ല. വലിയ ആരാധനാ ക്ഷേത്രങ്ങളുണ്ട്, ആരാധനാ ക്ഷേത്രങ്ങളുണ്ട്, ആരാധനാ സൗകര്യങ്ങളുണ്ട്, പ്രവാചകന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്. അന്ന്
ഈ യോരോബിയാം രാജാവിൻ്റെ അടുക്കൽ അന്ന് പ്രവചനം പറയാനായിട്ട് രാജാവ് നിയോഗിച്ച, രാജാവ് അപ്പോയിൻ്റ് ചെയ്ത ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. അമസ്യാവ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അന്ന് പ്രവാചകന്മാരുണ്ട്, അവരെല്ലാം രാജാവ് നിയമിക്കുന്നവരാണ്, രാജാവ് നിയമിക്കുന്ന പ്രവാചകന്മാർ. ഈ അമസ്യാവ് യൊരോബെയാം രണ്ടാമൻ നിയമിച്ച ഒരു പ്രവാചകനാണ്, പുരോഹിതനുമാണ്. അന്ന് 3 വഴികളിലൂടെയാണ് അന്ന് ഭരണങ്ങൾ നിർവഹിച്ചുകൊണ്ടിരുന്നത്. പ്രവാചകനുണ്ട്, പുരോഹിതനുണ്ട്, രാജാവുണ്ട്. പ്രവചനം, പൗരോഹിത്യം, രാജത്വം. ഈ പ്രവാചകന്മാർ രാജാവിന് ഉപദേശം കൊടുക്കും, പുരോഹിതന്മാർ രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കും. രാജാവ് പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും അനുസരിച്ച് കീഴ്പ്പെട്ട് രാജ്യം ഭരിക്കും. അങ്ങനെയായിരുന്നു നിലവിൽ വന്നിരുന്നത്. പക്ഷേ യൊരോബെയാം രാജാവിൻ്റെ അടുക്കൽ രാജാവ് നിർത്തിയിരുന്ന അമസ്യാവ് ഒരു ശരി പ്രവാചകനായിരുന്നില്ല. അപ്പോയിൻറ്റഡ് പ്രീസ്റ്റാണ്, നിയമിച്ച പ്രവാചകനാണ്, നല്ല പാരമ്പര്യമുള്ള പ്രവാചകനാണ്, നല്ല പൂർവികമായ പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അമസ്യാവ് ഒരു തൽക്കാലത്തേക്ക് ഒത്തവണ്ണം സ്വന്തം ജീവിതത്തിൻ്റെ ഉപജീവനം തേടാൻ വേണ്ടി നടക്കുന്ന ഒരു പ്രവാചകനായിരുന്നു. രാജാവിൻ്റെ കൊട്ടാരത്തിൽ ശമ്പളം കിട്ടുന്നതുകൊണ്ട് വേല ചെയ്യുന്നു, ശമ്പളം കിട്ടുന്നതുകൊണ്ട് പൗരോഹിത്യ ശുശ്രൂഷ നടത്തുന്നു, ശമ്പളം കിട്ടുന്നതുകൊണ്ട് പ്രവാചക ശുശ്രൂഷ നടത്തുന്നു. എപ്പോഴും ഓർത്തുകൊള്ളണം, നാം ഒരിക്കലും ഒരു പ്രതിഫലം ആരിൽ നിന്നും ആഗ്രഹിച്ചു പോകരുത്. ഒരു പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടുവന്ന ദൈവത്തിൻ്റെ വേല ചെയ്തു പോകരുത്. അത് അമസ്യാവിനെ പറ്റി വലിയ വെട്ടിത്തമായിപ്പോയി, വലിയ അപകടമായിപ്പോയി. അന്ന് ഈ ആമോസ് നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ ആലയം അന്ന് ശരിയായ ആരാധനയില്ലാതെ നശിച്ചു കിടക്കുന്നു. ആമോസിന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു കൊടുത്തു, നീ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്കാം. ആ ജനം ഇന്ന് ലക്ഷൂറിയസ് ലിവിങ്, സുഖഭോഗങ്ങളിൽ ലയിച്ച് ഇന്ന് കഴിയുകയാണ്. അവർ ഇന്ന് പേരിന് ആരാധനയുണ്ട്, പേരിന് ദൈവാലയമുണ്ട്, പേരിന് പ്രവചനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവർ എന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് അവരെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവരെ അടിമകളായി പിടിച്ചുകൊണ്ട് പോകും എന്ന് നീ എന്ന് പറയുക. വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ച് സൂചന കൊടുക്കുവാനാണ് ദൈവം ആമോസിനോട് പറഞ്ഞത്. വരാനിരിക്കുന്ന വലിയൊരു അപകടം, വലിയൊരു നാശം വരാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ സമൂഹം ഏതാണ്ട് അതുപോലെയാണ്. ഇതൊന്നും ആരും അറിയുന്നില്ല, ആരും ഗ്രഹിക്കുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്, എന്താ നടക്കുന്നത്, ആരും ചിന്തിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, പള്ളിയുണ്ട്, പെരുന്നാളുകളുണ്ട്, തീർത്ഥയാത്രകളുണ്ട്, പരിശുദ്ധമായ ഓർമ്മകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇന്ന് ദൈവികത്വം എല്ലായിടത്തും പോയിരിക്കുന്നു. ചില ചടങ്ങുകൾ മാത്രമായി തീർന്നിരിക്കുന്നു. നാം ചിന്തിച്ച് നോക്കിയാൽ കാണാം. ഒന്നിനെയും കുറ്റം പറയേണ്ട ആവശ്യമില്ല. നമുക്കറിയാമല്ലോ, നേരെ കാണാവുന്ന ഒരു കാര്യമല്ലേ. എവിടെയും ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. പക്ഷേ അന്തസ്സത്ത നശിച്ചു പോയിരിക്കുന്നു. അന്തസ്സാരം അത് നശിച്ചു പോയിരിക്കുന്നു. അകത്ത് സാരമായിട്ടുള്ളൊന്നുമില്ല, എല്ലാം പൊള്ളയായിരിക്കുന്നു. പുറമേയുള്ള പ്രാർത്ഥനകളുണ്ട്, പക്ഷേ പ്രാർത്ഥന എന്താണെന്ന് പോലും ഈ പ്രാർത്ഥിക്കുന്നവരും അറിയുന്നില്ല. പുറമേയുള്ള ഗീതങ്ങളുണ്ട്, ആ ഗീതങ്ങളുടെ അർത്ഥം എന്താണെന്ന് പോലും ആരും അറിയുന്നില്ല. അങ്ങനെയെല്ലാം ഇങ്ങനെ ചിട്ടപ്പടി നടന്നു പോവുകയാണ്. അക്കൂട്ടത്തിൽ നമ്മൾ വചനം കേൾക്കുന്ന നമ്മൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. പുറമേയുള്ളതെല്ലാം ഉണ്ടെങ്കിലും ആത്മാവിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകരുത്. പുറമേയുള്ള യോഗമുണ്ട്, പുറമേയുള്ള കൂട്ടായ്മയുണ്ട്, പുറമേയുള്ള ദൈവജന ശുശ്രൂഷകളുണ്ട്, പുറമേയുള്ളതായ പാട്ടുകളുണ്ട്. ഇതിലൊന്നിലും നാം തങ്ങി നിന്നു പോകരുത്. ഇതിനപ്പുറത്ത് ഏറ്റവും സനാതനമായൊരു സത്യമുണ്ട്. നിത്യനായ ദൈവത്തിൻ്റെ സത്യമുണ്ട്, നിത്യനായ ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്. നിത്യനായ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം നമുക്ക് അതാത് സമയത്ത് നമ്മുടെ അവസ്ഥ കാണിച്ചു തരുന്നുണ്ട്. ഇത് നാം ഗ്രഹിച്ചുകൊണ്ട് നാം വിനയപ്പെടണം. ആമോസ് ഇസ്രായേൽ ദേശത്ത് കാട്ടത്തീപ്പഴം പെറുക്കുകയും ആടുകൾ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം ആമോസിനെ പിടിച്ചു. ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, നീ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിനോട് നീ പ്രവചിക്കാം. നീ പറയണം, നീ കാര്യം പ്രവാചകനൊന്നുമല്ല, പക്ഷേ നീ പോയി പറയണം, എൻ്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്കുക. ദൈവത്തിന് സ്തോത്രം. എന്താണ് പ്രവചിക്കേണ്ടതാണ്? നശിക്കാൻ പോകുന്നു. അതുപോലെ സംഭവിച്ചു കേട്ടോ. 25 കൊല്ലത്തിനകം ഇസ്രായേൽ മുടിഞ്ഞുപോയി, തകർന്നുപോയി. പ്രവാചകൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. പക്ഷേ അന്നൊന്നും ആരും കാണുന്നില്ല. കാരണം സുഖഭോഗങ്ങളിൽ ലയിച്ച് സന്തോഷത്തിൽ മതിമറന്നവർ ജീവിക്കുകയാണ്. എല്ലാം ഉണ്ടല്ലോ, നല്ല സംതൃപ്തിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വചനം ആമോസിന് കിട്ടിയത്. ആമോസ് എന്ന് തുറന്നു പറഞ്ഞു, രാജാവിനോട് തന്നെ പറഞ്ഞു, രാജാവേ, ഈ പോക്ക് അപകടമാണ്. ഇന്നത്തെ സ്ഥിതിയിൽ സംതൃപ്തനായിരിക്കാൻ പാടില്ല. ഇന്നത്തെ സ്ഥിതിയിൽ ഒരു അപകടവും വരികില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. വലിയൊരു അപകടം നാശം വരാൻ പോകുന്നു. ഇസ്രായേൽ ജനം അവർ അടിമകളായി പിടിച്ചുകൊണ്ട് പോകപ്പെടും, അടിമകളായി പോകേണ്ടി വരും. അതുകൊണ്ട് രാജാവേ, ഒരു കാര്യം പറയാം, വേഗം മനം തിരിഞ്ഞുകൊള്ളുക. രാജാവിൻ്റെ പ്രജകളും മനം തിരിഞ്ഞുകൊള്ളുക. ഉടനെ അടുക്കൽ നിൽക്കുന്ന അമസ്യാവ്, രാജാവിൻ്റെ ഒഫീഷ്യൽ പ്രോഫിറ്റ് ഉണ്ടല്ലോ, ഔദ്യോഗിക പ്രവാചകൻ, ശമ്പളം പറ്റുന്ന പ്രവാചകൻ പറഞ്ഞു, രാജാവ് പേടിക്കണ്ട, ഇവനൊരു പറയുന്നതിലൊന്നും യാതൊരു അർത്ഥമില്ല, അത് കാമ്പുമില്ല. അർത്ഥമുള്ള വാക്കുകളല്ല അവൻ പറയുന്നത്. അവൻ പാവം ആട്ടിടയനാണ്, കാട്ടത്തിപ്പണ പെറുക്കുന്നതിനാണ്.
അവന് പ്രവാചകനൊന്നുമല്ല, അവൻ പറയുന്നത് ശ്രദ്ധിക്കണ്ട എന്ന് രാജാവിനോട് ഈ അമസ്യാവ് പറഞ്ഞു. ആമോസിനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക, നിനക്ക് കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തതുകൊണ്ടല്ലേ നീ സുവിശേഷ വേല എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് നീ നിൻ്റെ വേദയിലേക്ക് മടങ്ങി പോയിട്ട് അവിടെ നീ പ്രവചിക്കുക, എന്നിട്ട് അവർ തരുന്ന ആഹാരം കഴിച്ചുകൊണ്ട് നീ ജീവിക്കുക, ഉപജീവനം കഴിച്ചുകൊള്ളുക. ഒക്കെ വാക്യം ഒന്നുകൂടെ വായിക്കാം. എന്നാൽ ആമോസിനോട് അമസ്യാവ്, എടോ ദർശക, യഹൂദാദേശത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക, അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചുകൊള്ളുക. അഹോവൃത്തി കഴിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ, അവിടെ പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചുകൊള്ളുക. ബേതേലിലോ ഇനി പ്രവചിക്കരുത്. ഈ നാട്ടിൽ നീ പ്രവചനമായിട്ട് വരണ്ട. ഇത് ഞങ്ങളുടെ സഭ ഉന്നതമായ പാരമ്പര്യമുള്ള സഭയാണ്, സ്തുതി ചൊവ്വാക്കപ്പെട്ട സഭയാണ്, ഏറ്റവും സനാതനമായ സഭയാണ്, ഏറ്റവും പുരാതനമായ സഭയാണ്, പിതാക്കന്മാർ വളർത്തിയെടുത്ത സഭയാണ്. അതുകൊണ്ട് ഇവിടെ നീ എൻ്റെ പ്രവചനമൊന്നും വേണ്ട. നീ അവിടെ വേണമെങ്കിൽ അവിടെ അങ്ങ് നിൻ്റെ ദേശത്തേക്ക് മടങ്ങിപ്പോയി അവിടെ പോയി പ്രവചിക്കാം. അത് രാജാവിൻ്റെ വിശുദ്ധ മന്ദിരവും രാജധാനിയുമല്ലോ എന്ന് പറഞ്ഞു. ഇനിയുള്ള സ്ഥലമാണിത്. അതിന് ആമോസ് അമസ്യാവോട്, അപ്പോൾ അമസ്യാവിനോട് ആമോസ് വളരെ വിനീപൂർവ്വം പറയുകയാണ്, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല. ദർശക ഒന്നും വിളിക്കണ്ട കേട്ടോ, ഞാൻ പ്രവാചകനല്ല, എനിക്ക് അങ്ങനെ ദർശനങ്ങളൊന്നുമില്ല. ഞാൻ പ്രവാചകനല്ല, ഞാൻ പ്രവാചക ശിഷ്യനുമല്ല. ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും അത്രേ. ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും. ഞാനൊരു പാവം കൃഷിക്കാരൻ, ഞാനൊരു പാവം ആടുനോട്ടക്കാരൻ. എനിക്ക് വേറെ ഈ പ്രവചനത്തിൻ്റെ ശുശ്രൂഷയൊന്നും എനിക്കില്ല. ഞാൻ എങ്ങും പഠിച്ചിട്ടുമില്ല. ഞാൻ സെമിനാരിൽ പോയി പഠിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ തിയോളജിക്കൽ ബിരുദങ്ങളൊന്നുമില്ല. ഞാൻ ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും അത്രേ. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു. അതാണ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ട് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യഹോവ വന്ന് എന്നെ പിടിച്ചു. സ്തോത്രം. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു. നീ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്കുക എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. നീ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്കുക എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. ആകയാൽ നീ യഹോവയുടെ വചനം കേൾക്ക. എന്നാൽ നീ യഹോവയുടെ വചനം കേൾക്കാം. അമസ്യാവേ, നീ കേട്ടുള്ളൂ. നീ പ്രവാചകനാണ് പറഞ്ഞല്ലേ നടക്കുന്നത്. നീ കേട്ടുള്ളൂ. സാക്ഷാൽ നിത്യനായ ദൈവം നിന്നോട് അരുളി ചെയ്യുന്നതാണെന്ന് നീ കേട്ടുള്ളൂ. ഇസ്രായേലിനെ കുറിച്ച് പ്രവചിക്കരുത്, ഇസഹാഗ്രഹത്തിന് നിന്റെ വചനം പൊഴിക്കരുത് എന്ന് നീ പറയുന്നുവല്ലോ. ആമോസോട് പ്രവചിക്കേണ്ടെന്നൊക്കെ നീ പറയുന്നല്ലോ. അങ്ങനെ നിന്റെ നാവിൽ നിന്ന് അങ്ങനെ ഒരു വചനം വന്നല്ലോ. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഭാര്യ നഗരത്തിൽ വേശ്യയാകും. നിനക്ക് വരാൻ പോകുന്ന അപകടം നിസ്സാരമല്ല. നിന്റെ ഭാര്യ നഗരത്തിൽ വേശ്യയാകും. നിന്റെ പുത്രന്മാരും പുത്രിമാരും വാൾ കൊണ്ട് വീഴും. കാപട്യത്തോടെ, സ്വാർത്ഥ താല്പര്യത്തോടെ, മുഖസ്തുതിയോടെ വചനം പറയുന്ന അമസ്യാവേ, നിനക്ക് അപകടമാണ്. നിനക്ക് നാശം വരാൻ പോകുന്നു. നിന്റെ കുടുംബത്തിൽ നിന്റെ ഭാര്യയ്ക്ക് നാശം വരാൻ പോകുന്നു. നിന്റെ മക്കൾക്ക് നാശം വരാൻ പോകുന്നു. എല്ലാവരും വാൾ കൊണ്ട് വീഴും. പിന്നെ നിന്റെ ദേശം അളവ് നൂൽ കൊണ്ട് വിഭാഗിക്കപ്പെടും. നിന്റെ ദേശം ഇനിയും വിഭജിക്കപ്പെടും. ഈ ദേശം വിഭജിക്കപ്പെടും. അത് അളവ് നൂൽ കൊണ്ട് വിഭജിക്കപ്പെടും. നീയോ ഒരു അശുദ്ധ ദേശത്ത് വെച്ച് മരിക്കും. നീ മരിക്കും. ഇസ്രായേൽ സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. ജനം മുഴുവൻ ഇന്നത്തെ ഈ സുഖസമൃദ്ധിയിലൊന്നും അതിൽ ലയിച്ചു നിൽക്കേണ്ട കാര്യമില്ല. കാരണം അവർ സ്വദേശത്ത് നിന്ന് അന്യദേശത്തേക്ക് പിടിച്ചുകൊണ്ട് പോകപ്പെടും. ദൈവത്തിന് സ്തോത്രം. ആമോസ് സത്യപ്രവചനം പറഞ്ഞു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കുക. നമുക്കിന്ന് എല്ലാ ചട്ടംകെട്ടുകളുമുണ്ട്. ഒന്നിനും കുറവില്ലെന്ന് എനിക്ക് തോന്നുന്നു. നല്ല മനോഹരമായ കൂദാശകളുണ്ട്, അർത്ഥപൂർണമായ നല്ല പ്രമ്യൂനുകളുണ്ട്, സിതറകളുണ്ട്, വളരെ ആശയഗംഭീരമുള്ള ഗാനങ്ങളുണ്ട്, ഗീതങ്ങളുണ്ട്, നല്ല ശുശ്രൂഷകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. നല്ല തിയോളജിക്കൽ ബിരുദമുള്ള കൺവെൻഷൻ പ്രാസംഗികരുണ്ട്, ധാരാളം ധ്യാന യോഗങ്ങളുണ്ട്, യൂത്ത് അസോസിയേഷനുകളുണ്ട്, എല്ലാം ഉണ്ട്. ഇന്ന് എന്തിനാ കുറവ്? പുറമേ നോക്കിയാൽ ഒന്നിനും കുറവില്ല. പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള പദ്ധതികളുണ്ട്, സാധുക്കൾക്ക് അന്നദാനം ചെയ്യുന്ന പദ്ധതികളുണ്ട്, പദ്ധതികൾക്ക് കുറവില്ല. എന്നാൽ ആത്മാവോ അപകടത്തിലായിരിക്കുന്നു. ഒരു ദിവസം നിത്യനായ ദൈവത്തിന് മുമ്പിൽ ചെന്ന് ചേരും, ദൈവത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. അന്ന് നാം എന്തു പറയും? ദൈവത്തിന് സ്തോത്രം, കർത്താവേ, ഞാൻ 2 നേരവും പ്രാർത്ഥിച്ചല്ലോ, ഞാൻ പള്ളിയിൽ മുടങ്ങാതെ പോയിക്കൊണ്ടിരുന്നല്ലോ, ഞാൻ എല്ലാ ഉദാശകളും ഞാൻ സംബന്ധിക്കുകയും അതിലെല്ലാം ഞാൻ ആകർഷണനാകുകയും ചെയ്തല്ലോ എന്നൊന്നും പറഞ്ഞാൽ അവിടെ വില പോവുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ നല്ലൊരു കൂട്ടായ്മയിൽ ചെന്നു. ആ കൂട്ടായ്മയിൽ ഞാൻ നിരന്തരം വന്നുകൊണ്ടിരുന്നു. ഞാൻ വചനം കേട്ടുകൊണ്ടിരുന്നല്ലോ. ചിലപ്പോൾ വചനം കേൾക്കുമ്പോൾ ഞാൻ കൈ ഉയർത്തി ഞാൻ തീരുമാനം പ്രഖ്യാപിച്ചല്ലോ. കർത്താവേ, അതുകൊണ്ട് എൻ്റെ കാര്യം നീ നോക്കണമേ പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളൂ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒന്നിലും സംതൃപ്തരാകരുത്. ഇന്നുള്ളതായ ചട്ടംകെട്ടുകളിൽ നിങ്ങൾ സംതൃപ്തരാകരുത്. ഇന്നുള്ളതായ നിർജ്ജീവമായ പ്രാർത്ഥനകളിലും നിർജ്ജീവമായ ശുശ്രൂഷകളിലും നിങ്ങൾ സംതൃപ്തരായി പോകരുത്.
ആത്മാവിൻ്റെ ജീവൻ സ്പന്ദിക്കുന്ന ശുശ്രൂഷകൾ നടക്കേണ്ടിയിരിക്കുന്നു. ആത്മാവിൻ്റെ ജീവൻ തുടിക്കുന്ന പ്രസംഗങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. ആത്മാവിൽ ജീവൻ പകരുന്ന സുവിശേഷ വേലകൾ നടക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വേല ഇന്ന് നിർവിഘ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നിങ്ങൾ ഓർക്കൂ, ഇന്ന് നിങ്ങൾ ഒന്നിലും തൃപ്തിപ്പെട്ടിരിക്കരുത്, ഒന്നിലും സംതൃപ്തരായിരിക്കരുത്. എൻ്റെ കർത്താവേ, ഇനിയും എന്നെ നീ ശുദ്ധീകരിക്കണമേ, ഇനിയും എന്നെ നീ ശുദ്ധീകരിക്കണമേ എന്ന് നിങ്ങൾ വാസ്തവമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇനിയും എന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ കർത്താവേ. എൻ്റെ ജീവിതത്തിൽ ഇനിയും പാകപ്പിഴകൾ പലതുമുണ്ടല്ലോ, എൻ്റെ സ്വഭാവത്തിൽ ഇനിയും തിരുത്തേണ്ട കാര്യങ്ങൾ പലതുമുണ്ടല്ലോ എൻ്റെ കർത്താവേ. ചിലതെല്ലാം എനിക്ക് മനസ്സിലായി വരുന്നുണ്ട്, എന്നാൽ പലതും എനിക്ക് എപ്പോഴും തിരിഞ്ഞ് കിട്ടുന്നില്ല. എൻ്റെ കർത്താവേ, എല്ലാം നീ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. എൻ്റെ ജീവിതത്തിൽ മറിഞ്ഞു കിടക്കുന്ന പാവങ്ങൾ എനിക്ക് മാറ്റി തരണമേ. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നന്മകളെ അറിയണമേ. വ്യസനത്തിലുള്ള മാർഗ്ഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗ്ഗത്തിൽ എന്നെ നടത്തണമേ. യഹോവേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നന്മകളെ അറിയണമേ. എന്നെ പ്രോബ് ചെയ്ത് ആ സൂചി ഇങ്ങനെ താഴത്തിലേക്ക് താഴ്ത്തി അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ പ്രോബ് ചെയ്ത് നീ കാണിച്ചു തരണമേ. ഏതെങ്കിലും കാര്യത്തിൽ എനിക്ക് തിരുത്താനുണ്ടോ നീ കാണിച്ചു തരണമേ. യഹോവേ, എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നനവുകളെ അറിയണമേ. എൻ്റെ ഹൃദയത്തെ അറിയണമേ, എൻ്റെ നനവുകളെ അറിയണമേ. വ്യസനത്തിലുള്ള മാർഗ്ഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗ്ഗത്തിൽ എന്നെ നടത്തണമേ. വ്യസനത്തിലുള്ള മാർഗ്ഗത്തിലാണോ ഞാൻ നിൽക്കുന്നത്? ഇന്ന് ഞാൻ സന്തോഷമായിട്ട് കഴിയുകയാണ്. ഇന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയിൽ ഞാൻ ചെന്ന് ചേർന്നിരിക്കുന്നു. അവിടെ വചനം കേൾക്കുന്നു. ഞാൻ മനസ്സറിഞ്ഞൊരു ഭാവത്തിലേക്ക് പോകുന്നില്ല. മോനെ, നീ സംതൃപ്തനായിരിക്കുകയാണ്. കർത്താവ് നിന്നോട് പറയുന്നു, മോനെ, നീ ഇനിയും രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. നിൻ്റെ സ്വഭാവം മാറേണ്ടിയിരിക്കുന്നു. നിൻ്റെ ആളത്വം മാറേണ്ടിയിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. നിൻ്റെ പ്രകൃതം മാറേണ്ടിയിരിക്കുന്നു. നിൻ്റെ ശീലങ്ങൾ മാറേണ്ടിയിരിക്കുന്നു. നിൻ്റെ പ്രകൃതി മാറേണ്ടിയിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം. നിങ്ങൾക്ക് അതിനുള്ള പോകാൻ വഴിയുണ്ട്. കർത്താവിൻ്റെ പാദം കെട്ടിപ്പിടിച്ച് നിങ്ങൾ യാചിക്കുക. കർത്താവേ, എന്നെ നീ മുഴുവനായി രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ സ്വഭാവം നീ മാറ്റണമേ. നിസ്സാര കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ക്രുദ്ധിക്കുന്ന, പെട്ടെന്ന് വാശി പിടിക്കുന്ന, ശാഠ്യം പിടിക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. കർത്താവേ, എന്ന് എനിക്ക് മാറ്റിത്തരണമേ. എൻ്റെ കരുണയുള്ള കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒന്നുപോയ പാകപ്പിഴകളെല്ലാം നീ എനിക്ക് ക്ഷമിച്ചു തരണമേ. കർത്താവ്, ഇനിയും ഒരു പുതിയ ജീവിതം നയിക്കാൻ എനിക്ക് പ്രാപ്തി നൽകണമേ. അതിനുള്ള കൃപ എനിക്ക് തരണമേ. പ്രിയപ്പെട്ടവർ, ഇതാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ വാസ്തവമായി പ്രാർത്ഥിച്ചാൽ ക്രൂശിൽ ചൊരിഞ്ഞ തിരുരക്തം നിങ്ങളെ കഴുകും. കർത്താവിന് സ്തോത്രം. ഇതെല്ലാം ഭാവനയല്ല, ഇതെല്ലാം തോന്നലുകളല്ല, ഊഹങ്ങളുമല്ല. ദൈവത്തിന് സ്തോത്രം. നേരെ മറിച്ച് ഇതെല്ലാം സമ്പൂർണ്ണ സത്യങ്ങളാണ്. ക്രൂശിൽ ചൊരിഞ്ഞ തിരുരക്തം ഇന്ന് നമ്മോട് ഗുണകരമായി സംസാരിക്കുകയാണ്. മകനേ, നിൻ്റെ വഴികളെ നീ സൂക്ഷിച്ചു നോക്കുക. നീ വ്യസനത്തിലുള്ള മാർഗ്ഗത്തിലാണോ നിൽക്കുന്നത്? നിത്യവ്യസനത്തിലുള്ള മാർഗ്ഗത്തിലാണോ നിൽക്കുന്നത്? നിത്യനാശത്തിലുള്ള വഴിയിലാണോ നിൽക്കുന്നത്? നീ സൂക്ഷിച്ചു നോക്കുക. അല്ല, ശ്രേഷ്ഠമായ വഴിയിലൂടെ നീ നടത്താൻ ഞാൻ നിൻ്റെ അരികത്തുണ്ട്. നീ എന്നെ ഒന്ന് നോക്കിയാൽ മതി. എൻ്റെ നേരെ നിൻ്റെ കയ്യിൽ നീട്ടിയാൽ മതി. ഞാൻ നിന്നെ പിടിക്കാം, ഞാൻ നിന്നെ നടത്താം. യഹോവ എന്നെ പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവയായ കർത്താവ് എന്നെ പിടിച്ചു. നീ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്കുക എന്ന് കൽപ്പിച്ചു. യഹോവ എന്നെ പിടിച്ചു. നീ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്കുക എന്ന് കൽപ്പിച്ചു. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും ദൈവവേലക്കാരായി തീരണം. നിങ്ങൾ ദൈവത്തിന് വേല ചെയ്യണം. മടിക്കരുത്. നിങ്ങൾ ലോകത്തിലെ പ്രയാസങ്ങളിലേക്ക് നോക്കി നിങ്ങൾ തെറ്റി നിന്നു പോകരുത്. നിങ്ങൾ ദൈവത്തിന് വേലക്കാരാകുക. കർത്താവിന് സ്തോത്രം. അല്ലെന്നുവെങ്കിലോ ഒരു നാൾ നാം അമ്പരന്ന് പോകും, നാം സംഭ്രമിച്ചു പോകും. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നാം തള്ളപ്പെടുമെന്ന് അപ്പോഴാണ് സംഭ്രമം കൂടുന്നത്. അപ്പോഴാണ് തീരാത്ത നാശങ്ങൾ വന്നു ചേരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമുക്ക് തിരിയാം. ഇന്ന് നമുക്ക് കർത്താവിനെ വിളിച്ചപേക്ഷിക്കാം, കർത്താവിനെ യാചിക്കാം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തിരിയുമെങ്കിൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും, നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും, നിങ്ങൾക്ക് ജീവൻ ലഭിക്കും, ആത്മാവിൻ്റെ ജീവൻ നിങ്ങൾക്ക് ലഭിക്കും. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒരിക്കലും നിങ്ങൾ തളർന്നു പോകരുത്. ഒരിക്കലും നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. ഒരിക്കലും നിങ്ങൾ പിന്നോക്കം തിരിഞ്ഞു പോകരുത്. നിങ്ങൾ മുന്നോട്ട് വന്നിടത്ത് നിൽക്കാതെ ഇനിയും മുന്നോട്ട് നിങ്ങൾ നടക്കുക. മുന്നോട്ട് നിങ്ങൾ കുതിച്ച് ചാടുക. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് സാധിക്കും. ഞാൻ വ്യക്തമായി പറയട്ടെ, നിങ്ങൾക്ക് സാധിക്കും. കുതിച്ച് ചാടി മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനിയും ഉയർന്ന സോപാനങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ കർത്താവിന് പ്രിയപ്പെട്ട ശിഷ്യന്മാരായി തീരും. നിങ്ങൾ കർത്താവിന് പ്രിയപ്പെട്ട ശിഷ്യകളായി തീരും. നിങ്ങൾ കർത്താവിന് ഏറ്റവും വിലപ്പെട്ടവരായി തീരും. നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം ഏറ്റെടുക്കാൻ യേശുവുണ്ട്. എൻ്റെ കർത്താവിന് സ്തോത്രം. നിങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യം തരാൻ യേശുവുണ്ട്. നിങ്ങളുടെ ഏങ്ങളിടിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം തരാൻ യേശുവുണ്ട്. കണ്ണുനീരടിഞ്ഞ മുഖത്തിന് എല്ലാം തുടച്ചു തന്ന് ആശ്വാസം തരാൻ യേശുവുണ്ട്. കർത്താവിന് സ്തോത്രം. കുടുംബകലഹങ്ങൾ മാറ്റിത്തരാൻ യേശുവുണ്ട്. ഭാര്യയും ഭർത്താവിനെയും ഒന്നിപ്പിക്കാൻ യേശുവുണ്ട്. മക്കളെയും മാതാപിതാക്കളെയും യോജിപ്പിക്കാൻ യേശുവുണ്ട്. മക്കൾ ചുമതലാബോധമുള്ളവരായി തീരാൻ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ യേശുവുണ്ട്. യേശുവിൻ്റെ കൈകളിലേക്ക് നിങ്ങൾ കൊടുക്കുമോ? യേശുവിനോട് നിങ്ങൾ വാക്ക് പറയുമോ? ക്രൂശിൽ തൻ്റെ കൈകൾ വിരിച്ച ആ രക്ഷകനിത ആ കൈകൾ നീട്ടി നിന്നെ പിടിക്കാൻ ഇതാ വരുന്നു.
ദൈവത്തിന് സ്തോത്രം. അനുയാവേ, നിന്നെ പിടിക്കാൻ ആ ക്രൂസിൽ തൻ്റെ കൈകൾ വിരിച്ച ആ രക്ഷകൻ തൻ്റെ തൃക്കൈകൾ ക്രൂസിൽ നിന്ന് ആണിയൂരി മാറ്റിയ കൈകൾ ഇപ്പോൾ നിൻ്റെ നേരെ നീട്ടുന്നു. നിന്നെ പിടിക്കാൻ അവൻ്റെ കരം നീട്ടുന്നു. കർത്താവിന് സ്തോത്രം. ഈ സമയം നഷ്ടപ്പെടുത്താതെ അവൻ്റെ കരങ്ങളെ നീ എടുത്ത് ചുംബിക്കുക. ആ കൈകളെ നീ എടുത്ത് മുത്തം വയ്ക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മുഖത്തുപെടട്ടെ. ആ തൃക്കരം നിങ്ങൾ മുത്തുക. കർത്താവിന് സ്തോത്രം. യേശുനാഥൻ്റെ തൃക്കരം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി രക്തം ചിന്തിയവൻ്റെ തൃക്കരം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ജീവൻ പഠിച്ചവൻ്റെ തൃക്കരം. ദൈവത്തിന് സ്തോത്രം. നമ്മെ ഈ ഭൂമിയിൽ മെനഞ്ഞുണ്ടാക്കിയവൻ്റെ തൃക്കരം. ഹല്ലേലൂയ. ഈ കണ്ട നാളുകളെല്ലാം നമുക്ക് ആയുസ് തന്ന തൃക്കരം. കർത്താവിന് സ്തോത്രം. നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറ്റി തന്ന തൃക്കരം. എൻ്റെ കർത്താവിന് സ്തോത്രം. നമ്മ ഇനി നടത്താൻ ശക്തനാണെന്ന് വ്യക്തമാക്കുന്ന തൃക്കരം. ആ കാര്യത്തിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിന് സ്തോത്രം. ഒട്ടും മടിക്കരുത്. ഇപ്പോൾ തന്നെ വിട്ടുകൊടുക്കുക. യേശുവിൻ്റെ കൈകളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. യേശുവിനോട് പറയുക, കർത്താവേ, ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ അടിമയായി ജീവിക്കും. കർത്താവിനോട് പറയുക, കർത്താവേ, നിൻ്റെ കൈ എന്നെ പിടിച്ചതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ നിൻ്റെ വചനം പറയുന്നതിനായി ജീവിക്കും. നിന്നെ സാക്ഷിക്കുന്നതിനായി ജീവിക്കും. ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. നിങ്ങൾ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാം. പുതിയ തീരുമാനങ്ങൾ നിങ്ങൾക്കെടുക്കാം. ആ തീരുമാനങ്ങൾ അടികുറിച്ച് നിന്നുകൊണ്ട് നിങ്ങൾക്ക് കർത്താവിനോട് വാക്ക് പറയാം. കർത്താവേ, നിൻ്റെ കരം എന്നെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ നിൻ്റെ വകയായി ജീവിക്കും. ദൈവത്തോട് പറയുക. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. അങ്ങനെ നിങ്ങൾ തീരുമാനമെടുത്തുകൊണ്ട് കർത്താവിനോട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുക. നിങ്ങളുടെ ഭാരങ്ങൾ സമർപ്പിക്കുക. നിങ്ങളുടെ ആവലാതികൾ സമർപ്പിക്കുക. നിങ്ങളുടെ ആകുലങ്ങൾ സമർപ്പിക്കുക. എല്ലാം യേശുവിനോട് നിങ്ങൾ തുറന്നു പറയുക. കർത്താവേ, നീ എന്നെ ഒന്ന് പിടിക്കണമേ. രോഗമുള്ള ഭാഗത്ത് നീ എന്നെ ഒന്ന് തൊടണമേ. വേദനയുള്ള ഭാഗത്ത് നീ ഒന്ന് സ്പർശിക്കണമേ. എൻ്റെ ഹീനാവസ്ഥയിൽ നീ ഒന്ന് കനിയണമേ. എൻ്റെ ഈ മ്ലേച്ഛാവസ്ഥയിൽ എന്നെ നീ പൊക്കിയെടുക്കണമേ. എൻ്റെ കർത്താവേ, നിൻ്റെ കരം എന്നെ പിടിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും വാഴ്ത്തണമേ കർത്താവേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വരണമേ. എല്ലാവരെയും നന്മകളാൽ നിറയ്ക്കണമേ. കരുണയുള്ള കർത്താവേ, നിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെല്ലാവരെയും വിശുദ്ധരാക്കി തീർത്തൊരുക്കണമേ. നന്ദിയോടെ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.